LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ ക്ഷേമപ്രവർത്തനങ്ങൾ താറുമാറാക്കിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുന്നതിനും എതിരെയായിരുന്നു പ്രതിഷേധം. UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പാറളത്ത് നടന്നത്. അമ്മാടം സെന്ററിൽ നിന്ന് പാറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നമ്മുടെ നാട്ടുപുറങ്ങളിലെ ഗ്രാമീണ മേഖലയിലെ സമസ്ത വിഭാഗങ്ങൾക്കും അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, ജാതി മതമൊന്നുമില്ല, ഒരു വിഭാഗീയതകളുമില്ല, എല്ലാവരും അതീതമായി കൊണ്ട് മുഴുവൻ ആളുകൾക്കും അവരുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ. പാവപ്പെട്ട മനുഷ്യന്, നിർദ്ധനായ ഒരാൾക്ക് ഒരു വീട് പണിയാൻ പൈസ കിട്ടി, അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് ബാക്കി നിൽക്കേണ്ടി വന്നാലേ എന്ത് രാഷ്ട്രീയമുള്ള ആ വീട് പണി പൂർത്തിയാക്കുന്ന കാശ് വേണ്ടേ? ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഏത് കാര്യം എടുത്ത് നോക്കിയാലും അതൊക്കെ അതിന്റെ ആദ്യത്തെ മുഴുവൻ ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. എല്ലാ കാലത്തും കുറെ ആളുകൾ ത്യാഗം സഹിക്കാൻ തയ്യാറാവും, സമരത്തിന് വരും, പ്രക്ഷോഭത്തിന് വരും, മറ്റാൾക്കാരുടെ അനുകൂലങ്ങളോ മറ്റു കാര്യങ്ങൾ അനുഭവിച്ചു പോകാനും കുഴപ്പമില്ല. അപ്പൊ ഈ വിഷയം ജനകീയ വിഷയമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന വ്യാപകമായി ഉന്നയിക്കുന്ന വിഷയം പൂർണ്ണമായും ജനകീയ വിഷയമാണ്. ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് പുറമെ ഇവിടെ പങ്കെടുക്കാതിരിക്കുന്ന ആളുകൾ മാനസികമായി യോജിപ്പുള്ളവർ, പല കാരണങ്ങൾ വരാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ സമരത്തിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ പഞ്ചായത്തിൽ ഭൂരിപക്ഷമൊന്നും ഇല്ലാതെ ഒരു കക്ഷി ഭരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2.5 മാസക്കാലം ഇവർക്ക് എന്ത് ചെയ്യാനാണ് പറ്റിയിട്ടുള്ളത്? അതിന് മറ്റൊരു സാധനം എന്ത് ഈ പഞ്ചായത്തിന് വണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന് തെറ്റുകൊടുത്ത് നടക്കാം, കയറാപ്പാല വേറെ ഒന്നും നടക്കാൻ ചെയ്യാൻ കഴിയും. PB ഷാജൻ അധ്യക്ഷനായി. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി രാജേന്ദ്ര ബാബു, AT പോൾസൺ, സുഭാഷ് മാരാത്ത, PV സുബ്രഹ്മണ്യൻ, TG വിനയൻ, AC അനിൽകുമാർ, ജെയിംസ് P പോൾ എന്നിവർ സംസാരിച്ചു.